ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത് തോന്നിയത് നമ്മുടെ കൂട്ടുകാർ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരം ആകട്ടെ എന്ന് കരുതി. നമ്മൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ മോണിറ്റേഷൻ ആയോ എന്ന് എങ്ങനെ അറിയും, അല്ലെങ്കിൽ എൻ്റെ മോണിറ്റേഷൻ അല്ലെങ്കിൽ സെറ്റപ്പൊക്കെ എന്താണ് ക്ലിയർ ആകാത്തത് എന്നുള്ളത് പലപ്പോഴും പലരുടെയും ഒരു സംശയമാണ്. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പേജ് എന്നുള്ളത് എടുത്തിട്ട് അതിനകത്ത് കയറി, നമ്മളെന്തായാലും ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അതിനകത്ത് കയറിയിട്ട് ആ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കാണാം മോണിറ്റേഷൻ. ആ മോണിറ്റേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് എന്താണ് മോണിറ്റേഷൻ ആയോ ഇല്ലെന്ന് അതിനകത്ത് കാണാം. നമുക്ക് ഓരോന്നോ കാണിക്കാം, റീലുകൾ, ബോണസ്, അങ്ങനെയുള്ള ഓരോ ആർട്സുകളും അതിനകത്ത് കാണാം. അതിൻ്റെ ഇടതുവശത്തായിട്ട് തന്നെ കാണാം ഒരു പൂട്ട്, അത് ഇങ്ങനെ പൂട്ടി വെച്ചേക്കുന്നതായിട്ട് കാണാം. അങ്ങനെ എല്ലാം അങ്ങനെയാണ് ആയിരിക്കും. ആ പൂട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, അതിൽ മോണിറ്റേഷൻ ആയിട്ടില്ല, നമ്മളതിന് യോഗ്യതയില്ല നമുക്ക്. അപ്പോൾ അതിനകത്ത് തന്നെ അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താണ് മോണിറ്റേഷൻ ആക്കാനുള്ള ആ യോഗ്യതയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ പൂർത്തീകരിക്കുക. അത് പൂർത്തീകരിക്കുമ്പോൾ ആ ലോക്ക് മാറി അവിടെ ഒരു ബട്ടൺ തെളിഞ്ഞു വരും. അപ്പം നമ്മൾ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതോ അങ്ങോട്ട് എനേബിളാക്കിയാൽ മതിയാവും. അതിന് ഇംഗ്ലീഷ് അറിയാത്തവരാണ് എങ്കിലും അത് ഇംഗ്ലീഷിലായിരിക്കും എല്ലാവരുടെയും പേജ് ഉണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ നമുക്കത് മലയാളത്തിലേക്ക് ഫേസ്ബുക്കിൻ്റെ പേജിൽ തന്നെ ആദ്യം നമ്മൾ സെറ്റിങ്സിൽ തന്നെ മലയാളം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അവിടെ മലയാളത്തിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിയണമെന്നൊന്നുമില്ല, അത് കാണുമ്പോൾ മനസ്സിലാവല്ലോ. ഒരു കൂട്ട് കാണുമ്പോൾ അതിൻ്റെ താഴേക്ക് എന്തൊക്കെയാണ്, എത്ര എണ്ണം ഇട്ടിട്ടുണ്ട്, അത് ഏതൊക്കെ ചെയ്തു എന്നുള്ളത് ഒക്കെ ഏകദേശം നമുക്ക് ഇത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും മനസ്സിലാവും എന്നായി. കാരണം എനിക്ക് മനസ്സിലാവില്ല, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കും. അപ്പം ഞാൻ പിന്നെ അത് ഇംഗ്ലീഷ് എന്നുള്ളിടത്തേക്ക് മലയാളത്തിലേക്ക് ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്കതെല്ലാം മലയാളത്തിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അറിയാത്ത എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എല്ലാവരും ഇപ്പോൾ അങ്ങനെയുള്ള പൂർവ്വം ചിലർക്കതൊരു സംശയം, അങ്ങനെയാണോ, അത് തന്നെയാണോ സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് അതറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ഇടണം. നമ്മളല്ലാതെ മറ്റുള്ളവരുടെ പോസ്റ്റ് ഷെയർ ചെയ്താൽ മാത്രം പോരാ, പോസ്റ്റ് ഇടണം. പോസ്റ്റ് ഇട്ടാലേ നമുക്ക് വരുമാനത്തിനേക്കുള്ളതായിട്ട് അവർ പറയുന്ന ആ ചലഞ്ചുകളൊക്കെ പൂർത്തിയാവുള്ളൂ. എത്ര പോസ്റ്റുകൾ വേണം അത്രയും വേണം. അത് ഓരോ വാര ചലഞ്ചൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 28 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ. അപ്പോൾ അത് എത്രയാണോ ആ ചലഞ്ച് നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ആ ലോക്കായിരിക്കുന്ന ലോക്ക് മാറി ഓപ്പണായി കാണും. ഓപ്പണായി കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തെ ആ ബട്ടൺ എനേബിളാക്കി വെച്ചാൽ മതി. അപ്പോൾ എനേബിളാക്കി വെക്കുമ്പോൾ തന്നെ നമുക്കതിനുള്ള മോണിറ്റേഷൻ ആയിക്കോളും. പിന്നെ നമ്മൾ ഇടുന്ന പോസ്റ്റുകളൊക്കെ മോണിറ്റേഷനിലേക്ക് വരികയും അതിൻ്റെ എമൗണ്ടിൽ ഒക്കെ നമുക്ക് പിന്നീട് നമുക്കതിൻ്റെ ആ ബട്ടണ്, മറ്റേ അക്കൗണ്ട് സെറ്റപ്പിനുള്ള ബട്ടണൊക്കെ കാണുള്ളൂ. അപ്പോൾ അക്കൗണ്ടൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും തന്നെ റെഡിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പം നിങ്ങളോട് എൻ്റെ പേജിൻ്റെ ഒരു സ്ക്രീൻ കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ഞാൻ വേണം അതിനകത്തേക്ക് ഇട്ട് തരാം, അതിൻ്റെ ഒരു ഇമേജ്. കാരണം എന്താണ്, നമ്മൾ മോണിറ്റേഷൻ ആയിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ കാണിക്കുക എന്നുള്ളത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം മോണിറ്റേഷൻ ആയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇപ്പം മോണിറ്റേഷൻ ആയിക്കോളുന്നില്ലല്ലോ. നമ്മൾ നമ്മുടേതായ അവർ പറയുന്നതായ ആ ചലഞ്ച് പൂർത്തിയാക്കണം. നമ്മൾ കൂടുതൽ എന്നും ചലഞ്ച് ആകണമെങ്കിൽ തന്നെ, നമുക്കത് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ഇത് പോസ്റ്റുകളൊക്കെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കണം. നല്ല പോസ്റ്റുകൾ വേണം, അതിന് ഉള്ളടക്കം വേണം. അത് തന്നെ അവരവിടെ പറയുന്നുണ്ട്. ഉള്ളടക്കം ഏതാണ്ട് മധ്യഭാഗത്ത് നമുക്ക് ഉള്ളടക്കം കാണണം. ഇപ്പോൾ തുടക്കത്തിലില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ മധ്യഭാഗത്ത് കാണണം എന്നൊക്കെ അവർ അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതുപോലെ വരത്തക്ക രീതിയിൽ
നിങ്ങൾ ഓരോ പോസ്റ്റ് ഇടുക. ഇനി പോസ്റ്റിന് മാത്രമല്ല, നമുക്ക് വീഡിയോയ്ക്കോ റീലിനോ പോസ്റ്റിനോ മാത്രമല്ല ഫോട്ടോയ്ക്കും കിട്ടും. ഒത്തിരി യാത്ര ചെയ്യുന്നവരൊക്കെ എൻ്റെ കൂട്ടുകാർ പലരും, അവർക്കൊക്കെ നല്ല കാഴ്ചകൾ കാണുമ്പോൾ അതിൽ അവിടുത്തെ ആ ഫോട്ടോയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല വരുമാനങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അതെനിക്ക് ഒരിക്കലും അതിന് ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ ഒരു മെസ്സേജ് അറിയിപ്പ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ യാത്ര ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ യാത്ര ചെയ്താലും നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആ ഫോട്ടോ എടുക്കാൻ ചിലപ്പോൾ അത് വെച്ച് വിട്ടുപോകുന്നു വരും. യാത്രയൊക്കെ ചെയ്യും ചിലപ്പോൾ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫോണൊക്കെ എടുത്ത് നമ്മൾ ഇതുങ്ങളെ മനസ്സിൽ കരുതി ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അതിന് ആ ഫോട്ടോയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ എഴുതി ഇട്ട് കഴിഞ്ഞാൽ, ഇനി ഒരു അഭിപ്രായം ഇട്ടില്ലെങ്കിലും നല്ല ഫോട്ടോയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ശരിയായിക്കോണമെന്നില്ല, നിങ്ങളത് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് ഉറപ്പായി കിട്ടും. ആദ്യം നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുക, ഫോട്ടോകൾ ഇടുക, പിന്നെ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് എപ്പോഴും നമ്മൾ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ, ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞോട്ടെ, ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ അത് സത്യസന്ധമായി ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കറക്റ്റായിരിക്കണം. നമ്മൾ പിന്നീട് മോണിറ്റേഷനൊക്കെ ആയി വരുമ്പോഴേക്കും ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പാൻ കാർഡിലുള്ള അതേ അഡ്രസ്സ് തന്നെ കിട്ടത്തക്ക രീതിയിലായിരിക്കണം. പിന്നെ അത് അങ്ങനെ അല്ല എങ്കിൽ തന്നെയും അതവിടെ തിരുത്തി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡിലുള്ളതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിലെ അക്കൗണ്ട് ഒന്നുകൂടെ അത് തിരുത്തി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം അവിടെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് തന്നെ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതൊക്കെ നമുക്ക് ഒന്നുകൂടെ തിരുത്തി കൊടുക്കാം, അത് ക്ലിയറാക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇല്ലാത്തവരത് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ പിന്നെ നമുക്കതിന് നമ്മുടെ സ്വന്തം ഫോട്ടോ ആയിരിക്കണം, പ്രൊഫൈൽ ഫോട്ടോ ഇടുന്നത് നമ്മുടെ സ്വന്തം ഫോട്ടോ ആയിരിക്കണം. അതൊക്കെ നമ്മളതങ്ങനെ ചെയ്യുക. പിന്നെ ചെയ്യാത്തവർക്ക് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി പേരുടെ സ്വന്തം ഫോട്ടോ ആയാലും മറ്റേ അക്കൗണ്ട് തന്നെ ഫേക്കാണെന്ന് തോന്നുന്നു. കാരണം പലരുടെയും ഡീറ്റെയിൽസ് ശരിയല്ല. അപ്പോൾ അതൊക്കെ ഡേറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാൻ, അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഡേറ്റൊക്കെ ഇട്ട് കൊടുത്താൽ ഫേസ്ബുക്ക് അതൊന്നും നോക്കുന്നില്ല, അക്കൗണ്ടൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്കിങ്ങനെ ഒരു കാര്യം വരുവാണെങ്കിൽ മാത്രം അത് അക്കൗണ്ട് ക്ലിയർ അല്ല എങ്കിൽ ഫേസ്ബുക്ക് അത് നിരാകരിക്കും, നമുക്കത് കിട്ടിയല്ല തെറ്റായിട്ട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് നമ്മൾ മോണിറ്റേഷനൊക്കെ ആയി വരുമ്പോഴതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം അത്രയൊക്കെ മോണിറ്റേഷനായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതൊക്കെ ക്ലിയറായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും ചെയ്യും. നമ്മുടെ പോസ്റ്റുകൾ വീഡിയോ ആയാലും എഴുത്തായാലും ഫോട്ടോസ് ആയാലും എന്താണേലും നമ്മൾ അത് സമയത്ത് മുടങ്ങാതെ ചെയ്യുക എന്നുള്ളതാണ്. മുടങ്ങാതെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിന്നെ നമ്മൾ ഈ മോണിറ്റേഷൻ ആകാത്ത ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ പറ്റുമോ അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവർ പറയും. ഫേസ്ബുക്ക് തന്നെ പറയും അതിൻ്റെ ഓപ്ഷനൊക്കെ നമുക്കവിടെ കിട്ടും. അപ്പോൾ 3-4 ഫോട്ടോയൊക്കെ ഇടുന്നതിനൊന്നും കുഴപ്പമില്ലായിരിക്കും. അതിൻ്റെ വീഡിയോകളാണെങ്കിലും കൂടുതൽ ഇടാമായിരിക്കും. അങ്ങനെ ഇടാവുന്നവർ സമയമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുക. പിന്നെ മോണിറ്റേഷൻ ആയി കഴിയുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിൻ്റെ നിയമങ്ങളൊക്കെ നോക്കി വേണം ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ നമ്മളൊന്ന് വായിച്ച് നോക്കുക. മലയാളത്തിലാക്കി കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് അതിൻ്റെ ഹെൽപ്പ് സെൻ്ററിലൊക്കെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ നിയമങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയും. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടാതിരിക്കുകയില്ല. അതിപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫേസ്ബുക്ക് കൂടുതൽ നമ്മൾ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ അവർ തന്നെ അതിനുള്ള വഴികളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യുക. ഇത് പറയാനാണ് കൂട്ടുകാരെ ഇപ്പോൾ നിങ്ങളോട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അറിയത്തില്ലാത്തവരാരെങ്കിലും ഉണ്ടാകാമല്ലോ. അപ്പോൾ എനിക്ക് എത്ര അറിവുള്ളവർക്കും ചില കാര്യങ്ങൾ അറിയത്തുണ്ടായാല എന്നൊരു ഉദാഹരണം പറയാനുണ്ട്. ഇപ്പോൾ ഞാനതിന് സമയമില്ലാത്തതുകൊണ്ട് അത് പിന്നീട് പറയാം. കാരണം ഒരു ഉദാഹരണമുണ്ട്, അതിപ്പോഴൊന്നുമില്ല. ഫേസ്ബുക്ക് ആദ്യം അക്കൗണ്ട് ഡൗൺലോഡ് ചെയ്ത് അക്കൗണ്ട് എടുക്കുന്ന കാലത്ത് പയ്യെ ഫോട്ടോ ഒക്കെ ഇട്ട് വരുന്ന ഒരു കാലമുണ്ട്, പഠിച്ചു വരുന്നൊരു കാലമുണ്ട്. അപ്പോഴത്തെ ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്ന് ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും അറിവ് ഉണ്ടായിട്ടും കാര്യമില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തീരെ അറിവില്ലാത്തവരത് ചെയ്തിട്ടുണ്ടാവും.
അപ്പം അതിലേക്ക് നമ്മൾ എത്തണം. ഞാൻ തന്നെ ഇതിന് മുമ്പ് പലപ്പോഴും പറഞ്ഞു, ഞാനൊരു 2.5 വയസ്സുള്ള കുട്ടിയെ അവൻ്റെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് ലോക്കൊക്കെ തുറക്കുന്നവൻ കണ്ട് മനസ്സിലാക്കി. അവർ പറയാറോ വായിക്കാനോ വല്ലതും അറിയാട്ടോ. അവർ ഫോട്ടോസ് ഒക്കെ ചെന്ന് ഗൂഗിൾ ഫോട്ടോസിലൊക്കെ ചെന്നിട്ട് അതൊക്കെ എടുത്തതിന് കാണിക്കുന്ന ഒരു സംഭവം ഞാൻ അതിന് മുമ്പ് നിങ്ങൾക്ക് എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. എനിക്കല്ല, ഫേസ്ബുക്കിൽ പറയുകയോ എഴുതുകയൊക്കെ ചെയ്തു. കാരണം ഞാൻ ചെന്ന് ഫോട്ടോയിൽ തൊട്ടപ്പോൾ പെട്ടി പോലെ ഒരു സാധനം അതിനകത്തിരിക്കുക. അപ്പോൾ അന്ന് എനിക്കറിയത്തില്ല ഇത് എന്നാണെന്നൊന്നും. അപ്പോൾ അത് തൊടാൻ പോയപ്പോഴേക്കും അവൻ എന്നെ കൊണ്ട് തുടിയിച്ചില്ല, എന്നെ തട്ടി മറിച്ച പറ്റിയത് പോവും എന്നുള്ളത് പറഞ്ഞു. മനസ്സിലായില്ലെങ്കിലും അതെന്താണ് ഡിലീറ്റ് ബട്ടൺ. അപ്പോൾ അതിനകത്ത് അന്ന് എനിക്ക് മനസ്സിലായി ഡിലീറ്റ് ബട്ടണും നമുക്ക് തിരിച്ചു പോകണമല്ലോ. തിരിച്ചു പോവുകയാണെങ്കിൽ ഇതിൻ്റെ ബട്ടനും ബാക്കപ്പ് ചെയ്യാനുള്ള ബട്ടനും രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്പും ഏത് സംഭവവും തുറന്ന് അതിനകത്ത് കയറി അതെന്താണെന്ന് നോക്കി അത് ഡിലീറ്റ് ചെയ്യാതെ സേവ് ചെയ്യുക മറ്റൊന്നും ചെയ്യാതെ ഇരുന്നാൽ മതി. അപ്പോൾ സേവ് ചെയ്യാനൊക്കെ പിന്നീട് നമ്മൾ സ്വയം ചെയ്ത് പഠിക്കുവാണല്ലോ അങ്ങനെയാണ് സേവിങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ തീരെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അറിയാത്ത ആൾക്കാരിങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്ത ആൾക്കാർ. അപ്പോൾ ഓരോരുത്തരുടെ ഫീൽഡിനനുസരിച്ചായിരിക്കും അവരുടെ പോക്ക്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി കുത്തിയിരുന്ന് പഠിക്കാനൊന്നും നേരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം ഇങ്ങനെ ആരെങ്കിലും പറയുന്നതും കേൾക്കുന്നതുമായ വീഡിയോകളൊക്കെ കാണുവാനുള്ള സമയം അങ്ങനെയുള്ളവർ അറിവുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്തവരുണ്ട്. അതിനൊരു ഉയർന്നൊരു സംഭവമുണ്ട്. ഞാനത് പിന്നീട് പറയാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു.